நேற்று முன்னிராவில் உண்ணி நேற்று முன்னிராவில் உண்ணி திளவு மடியில் காட்டி நுழைவதனோ உயிர் கலைந்து கலைத்திருந்தே இன்று விண்ணிலாவில் அந்த ஈரன் நிலையில் கண்டு தவிப்பதனோ மனம் கலங்கி புலம்புகிறேன் நுழைவதனோ உயிர் கலைந்து கலைத்திருந்தே இன்று விண்ணிலாவில் அந்த ஈரன் நிலையில் கன்று தவிப்பதனோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கூந்தல் நெளிவில் எழில் கருவமழிந்ததடி கருவமழிந்ததடி சொன்னதெல்லாம் பகலிலே புரிவே சொன்னதெல்லாம் பகலிலே புரிவே நீ சொல்லாததும் நிறைவிலே புரிவே காதில் போட்டு அலைவேன் நீ குளிக்கையில் நானும் கொஞ்சம் நனைவேன்
സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ ചിന്ന ചിന്നതായി കോരിക്കൈകൾ ചെവിക്കൊട് സ്നേഹിതനേ ഇതേ എഴുത്തം എഴുത്തം ഇതേ അணைപ്പ് അணைപ്പ് வாழ்வினில்லை வரை வேண்டும் வேண்டும் வாழ்வினில்லை வரை வேண்டும் வேண்டும் நீ സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ ചിന്ന ചിന്നതായി കോരിക്കൈകൾ ചെവിക്കൊട് സ്നേഹിതനേ. Thank you. സൂപ്പർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേരെല്ലാരും എഴുന്നേറ്റ് സ്റ്റാൻഡിങ് ഓവേഷൻ പിള്ളേരുടെ വകയും കിട്ടി. അടിപൊളിയായിരുന്നു. എനിക്ക് ജഡ്ജ്മെന്റ് കേൾക്കാൻ കുതിയാവുന്നു അല്ലേടാ പിള്ളേരെ. യെസ് ഷാനിക്ക കുഴപ്പമില്ലായിരുന്നു. ആഗ്നസ് തളർത്തി കളഞ്ഞു മോളെ നീ. സ്നേഹിതനേ അതായത് ആഗ്നസ് ഇവിടെ എപ്പോ വന്നു കഴിഞ്ഞാലും വേഴ്സറ്റാലിറ്റിയുടെ ക്വീനാണ്. താങ്ക് യു. അതായത് ആ അടുപ്പിൽ എന്തും വേവും അജാതിയാണ്. ഇത് മോള് കിടുക്കി കളഞ്ഞു മോളെ. താങ്ക് യു സർ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സർ. ഭയങ്കര ഹാപ്പിയാണ്. ഇതിന് ഈ പാട്ടിന് വേണ്ട ചിന്ന ചിന്ന ടച്ചസ് ഉണ്ട്. അതാണ് ഈ പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അതിന്റെ ഇടയിൽ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറെ കുറെ എക്സ്പ്രഷൻസ് ഉണ്ട് ഈ ഒരു പാട്ടിൽ. അതൊക്കെ മോള് ഭയങ്കരമായിട്ട് വന്നു. താങ്ക് യു സർ. അത് ഇവിടെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുളിർമഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഐ എം സോ ഹാപ്പി മോളെ. താങ്ക് യു സർ. അങ്ങനെ ആഗ്നസ് ഇസ് ബാക്ക്. ഇടയ്ക്ക് എവിടെയോ ഒന്ന് കോൺസെൻട്രേഷൻ ഒക്കെ പോയി. പക്ഷെ ശ്വാസം ചെറുതായിട്ട് മുട്ടിപ്പോയി. ആൾക്കിന്ന് വയ്യായിരുന്നു ഷാനിക്ക. ആണോ? വയ്യാതെയാണ് ഇത് പാടിയത്? ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ആണോ? പക്ഷെ അതൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ പക്ഷെ എന്റെ ആയപ്പോഴേക്കും നമുക്ക് ആ ഒരു ചെറിയൊരു ടയർഡ്നെസ് പോലെ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മോള് ഈ പാട്ടിന് 100 അല്ല ഒരു 150% കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും തലേ കയറിയില്ല മോളെ. ഞാൻ അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് ഉണ്ടല്ലോ, അയ്യോ ബഹളം വെച്ചു ഞാൻ ഇവിടെ. അലമ്പായിരുന്നു. ലാസ്റ്റ് ഒക്കെ മൈക്കൊക്കെ മാറ്റി നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരിലേക്കും സോങ് കണക്റ്റഡ് 150% കേട്ടോ. Well done. Thank you sir. Well done. ചേട്ടന്മാരെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഞാനിങ്ങനെ അല്ല അവരും കുറെ ഇതിനു വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ ഓർക്കസ്ട്രയ്ക്ക് കേൾക്കുമ്പോ അവര് കഷ്ടപ്പെട്ടിരുന്ന ഓരോ ആരൊക്കെ ആഹാ പറയണം, ആരൊക്കെ ഇതൊക്കെ മെയിൻ പാടണം എന്നൊക്കെ താഴെ കോൺസെന്റ്. അല്ല ഞാൻ വിചാരിച്ചെന്താന്നറിയാം, നമുക്കറിയാലോ ഇവിടെ ഒരു മെയിൽ പോർഷൻ ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു കോറസ് പിള്ളേരായിരിക്കും പാടാൻ പോകുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവിടെ പ്രിപ്പറേഷൻ ഒന്നും കാണുന്നൊന്നുമില്ല. വളരെ നന്നായിട്ട് പാടുന്നു കുറച്ച് പേര്. സാധാരണ കോറസ് പാടുന്നതിന് മുമ്പ് ഇവരെല്ലാരും എഴുന്നേറ്റ് നിൽക്കുന്നു, ഇത് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇവർക്ക് എന്താ കോറസ് പാടാൻ ചൂടൊന്നുമില്ലേ? പാട്ട് തുടങ്ങിയതേ ഇവിടുന്ന് ഗംഭീരമായിട്ട് ഇവരവിടുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ. അച്ഛനൊക്കെ അവിടുന്ന് അടിപൊളി കേട്ടോ. ഹോൾ വരും എല്ലാവരും രസമായിട്ടാ പാടി. വോക്കൽസ് എല്ലാവരും ഹോൾ ഓർക്കസ്ട്ര, ഒന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. രമി ചേച്ചി അലിഞ്ഞു ചേർന്ന് പോയി. അങ്ങനെയായിരുന്നു, അലിയിച്ചു കളയുന്നൊക്കെ പറയില്ല. അത്രയും ആ ഒറിജിനൽ ട്രാക്ക് കേൾക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഓരോ ചെറിയ കാര്യങ്ങളും. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഹൈ ചേട്ടാ മൈക്കൊന്ന് சின்ன அத்தமீறு புரிவாய் என் செல் எல்லாம் பூக்கள் பூக்க செய்வாய்
ഗോൾഡൻ മൊമെന്റ്. അടുത്ത ഗോൾഡൻ മൊമെന്റും കൂടെ നടന്നിരിക്കുകയാണ്. ഹരിച്ചേട്ടാ അവ ഹരിച്ചേട്ടൻ എന്താ ചെവിയിൽ പറഞ്ഞേ? ഞാൻ അടിക്കട്ടെ അടിക്കടാ. എന്നാ നീ അടി. Anyways, അത് കുഞ്ഞു പിള്ളേരല്ലേ, എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലേ? എനിക്കടിക്കണം ബജറി, എനിക്കും അടിക്കണം ബജറി. എന്തൊരു കഷ്ടം. ഞാൻ എന്റെ പോയിന്റ് ഇവിടെ ഇരുന്ന് ജസ്റ്റിഫൈ ചെയ്യ. ഞാൻ വിചാരിച്ചു 9.5 10 ഒക്കെ വന്ന് മാർക്കൊക്കെ ബേസ് ചെയ്ത് പോവായിരിക്കും. ഞാനിത് അതാണ് നമ്മുടെ സ്പോട്ടിൽ കരഞ്ഞു പോയവള്. ഹരിച്ചേട്ടൻ കമന്റ്സ് പറഞ്ഞില്ല. നമ്മള് ഈ സോങ് മോള് പ്രാക്ടീസ് ചെയ്ത സമയത്ത് എനിക്കൊരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുമോ, ഗോൾഡൻ അടിക്കുമോ എന്നുള്ളൊരു. കാരണം രസമായിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. ഫസ്റ്റ് പല്ലവി കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ഓക്കെ ഇതൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതുവരെ ആഗ്നസിന്റെ കാണാത്തൊരു സിംഗിങ് വി വെർ എക്സ്പീരിയൻസിങ്. പ്ലസ് അവരുടെ പെർഫോമൻസ്, അവർക്കൊരു ഇതിന്റെ മൈക്കിന്റെ ഹെഡ് അവരാണ്. അപ്പൊ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. എല്ലാവർക്കും നിങ്ങൾക്കും തോന്നിയില്ലേ ഇത് ഗോൾഡൻ മൈക്ക്? എല്ലാരും എഴുന്നേറ്റ് നിന്നാ ലാസ്റ്റ്. ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തത് മോള്. അപ്പൊ ഇതുവരെയുള്ള പോരായ്മകളൊക്കെ ഈ ഒരു പെർഫോമൻസിൽ തിരിച്ചു പിടിച്ചു. യു ഗോട്ട് ദ ഗോൾഡൻ മൈക്ക്. ആ മൈക്ക് തിരിച്ച് കിട്ടിയത് കൊണ്ട് യു ആർ സേഫ്. താങ്ക് യു. ഓക്കെ, അപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റ് വന്നപ്പോഴും ഒരു ഗോൾഡൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടല്ലേ? ചേച്ചി വന്നപ്പോഴും നമുക്കൊരു ഗോൾഡൻ മൊമെന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ വന്നതേ ഒരു ഗോൾഡൻ മൊമെന്റ് അല്ലേ? അതെ അതെ അതെ. ആ കർത്തവ്യം ഞാൻ രമ്യയിലോട്ട് ഏൽപ്പിക്കുന്നു. Yes, ഗോൾഡൻ yes, മൈക്ക് yes, പ്രസന്റ് yes. ചെയ്യാം. ഓക്കെ ആഗ്നസ്, ഹാപ്പി അല്ലേ? വളരെ ഹാപ്പി. വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ. അപ്പൊ ആഗ്നസ് ആ വഴി പൊക്കോളൂ, ജഡ്ജസ് ഈ വഴി പൊക്കോളൂ. ശരി, ഓക്കെ, താങ്ക് യു. Okay, thank you.